ഹലോ നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും BVK മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നമ്മുടെ പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ്. ഇതിനു മുമ്പ് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പല വീഡിയോസ് ഇട്ടിരുന്നു. അത് 3 ലക്ഷം 4 ലക്ഷം ഒക്കെ ആളുകൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ പല കമൻറ്റുകളും നല്ല രീതിയിൽ അതിന് ഗുണം കിട്ടിയതായിട്ടുമൊക്കെ അതിനെക്കുറിച്ച് പറയുകയും അതുപോലെ തന്നെ ഞാനിപ്പോൾ എനിക്ക് 240 വരെ ഉണ്ടായിരുന്ന ഷുഗർ ഇപ്പോൾ ഒരു 90 100 110 മുകളിലേക്ക് പോകാതെ തന്നെ ഞാൻ കൺട്രോൾ ചെയ്ത് നിർത്തുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഉപയോഗിക്കുന്ന വെള്ളം എന്ത് വെള്ളമാണെന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, എന്താണ് കഴിക്കുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് അതും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നിങ്ങൾ കണ്ടു നോക്കുക, അപ്പോഴേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് പ്രയോജനപരമായി എന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം ഞാനൊരു ഡോക്ടറൊന്നുമല്ല, ഞാനൊരു പേഷ്യൻ്റാണ്. എനിക്ക് പ്രമേഹം ഉള്ളതായിട്ട് അറിഞ്ഞ സമയത്ത് ഞാൻ അത് കൺട്രോൾ ചെയ്യാൻ പല പരിപാടികളും ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നും പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ കഴിക്കുന്ന ആഹാരത്തെക്കുറിച്ച് പലരും ചോദിച്ചിരുന്നു, എന്താണ് കഴിക്കുന്നത്, അതെങ്ങനെയാണ് കഴിക്കുന്നത്, അതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ സാധാരണ പോലെ തന്നെയാണ്, നമ്മുടെ ഭക്ഷണ രീതികളിലൊന്നും ഞാൻ വലിയ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. അപ്പം നമുക്ക് ഒരു ദിവസം തുടങ്ങുമ്പോൾ രാവിലെ എണീറ്റാലുടനെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും വെറും വയറ്റിൽ കുടിച്ചിരിക്കണം. അത് നമ്മൾ ജീരകമൊക്കെ ഇട്ട വെള്ളമാണെങ്കിലോ അല്ലെങ്കിൽ ഉലുവായോ ഒക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം അങ്ങനെ തിളപ്പിച്ച് ആറിച്ച് കുടിക്കുന്നവരാണെങ്കിൽ അങ്ങനെ കുടിക്കാം. അതല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള പച്ചവെള്ളം നല്ല വെള്ളമാണെങ്കിൽ അത് ഒരു ഗ്ലാസ് കൃത്യമായിട്ടും കുടിക്കാം. ഒന്നിൽ കൂടുതൽ കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ വെള്ളം കുടിച്ചിരിക്കണം രാവിലെ എണീറ്റാൽ ഉടനെ. ഞാൻ ചെയ്യുന്ന അതാണ്, രാവിലെ എണീറ്റാലുടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അത് പല്ല് പോലും തേക്കാതെയാണ് കുടിക്കേണ്ടത്. നമ്മുടെ അതിന് മുമ്പ് എണീറ്റാലുടനെ അത് കുടിക്കുക. അതിനുള്ള സജ്ജീകരണം നമ്മുടെ അടുത്ത് തന്നെ ചെയ്തു വെച്ചേക്കുവാണെങ്കിൽ, അപ്പോൾ എണീക്കുമ്പോഴേ നമുക്ക് കുപ്പിയിലൊക്കെ വെള്ളം വെച്ചിരിക്കുകയാണെങ്കിൽ അതെടുത്ത് ഒരു ഗ്ലാസ് കുടിക്കാം. അതിനുശേഷം നമ്മൾ കാപ്പിയോ ചായയോ ഒക്കെ കുടിക്കുന്നവർക്ക് കുടിക്കാം, പക്ഷേ ഒരു കാരണവശാലും നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുകയോ ചെയ്യരുത്. പഞ്ചസാര ഞാൻ പൂർണ്ണമായിട്ടും നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഇത്രയെങ്കിലും ഒരു ഇതിൽ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. മധുര പലഹാരങ്ങളെല്ലാം ഒഴിവാക്കുക. പിന്നെ രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ദോശയോ ഇഡ്ഡലിയോ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും ആകാം. അതിൻ്റെ കൂടെ നമ്മൾ സാമ്പാറാണ് കഴിക്കുന്നതെങ്കിൽ സാമ്പാറിനകത്ത് നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കുറയ്ക്കാൻ നോക്കുക. കിഴങ്ങ് ഇടാതെ അത് കൂടുതൽ ഉപയോഗിക്കാതെ സാമ്പാറാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ചപ്പാത്തി കഴിക്കാം, അതിന് കുഴപ്പമില്ല. ചപ്പാത്തിയുടെ കൂടെ മുട്ട ഒരു 3 ദിവസം വരെ നമുക്ക് 3 4 ദിവസം മുട്ട കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പിന്നെ കൊളസ്ട്രോളോ അങ്ങനെ വേറെന്തെങ്കിലും പ്രശ്നമുള്ളവർ മുട്ട ഒഴിവാക്കുക. അല്ലെങ്കിൽ മുട്ട നമ്മുടെ പ്രമേഹത്തിന് നല്ലതാണ്. അതിൻ്റെ മഞ്ഞക്കരു പ്രമേഹം കുറയ്ക്കാനൊരു മരുന്ന് തന്നെയാണ്, ഔഷധമാണ്. അതുകൊണ്ട് മുട്ട കൂടുതൽ ദിവസം കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി മുട്ട, പിന്നെ ഒരു ദിവസം കടലയും ചപ്പാത്തിയും, അല്ലെങ്കിൽ വേറൊരു ദിവസം നമുക്ക് ദോശയും ചമ്മന്തിയും, ഇങ്ങനെ മാറി മാറി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റുകൾ കഴിക്കാം. ഫാസ്റ്റ് ഫുഡ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക, അതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പലരും ബർഗർ അല്ലെങ്കിൽ സാൻഡ്വിച്ച് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. എങ്കിൽ മാത്രമേ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ മരുന്ന് കഴിക്കുന്ന ആളാണെങ്കിൽ പോലും മരുന്ന് കഴിച്ചാൽ നമുക്കിത് പ്രമേഹം എന്ന് പറയുന്ന ഒരിക്കലും നമുക്ക് വിട്ടുമാറുന്ന ഒരു അസുഖമല്ല, അത് മാറത്തില്ല. അപ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാൻ മാത്രമേ കഴിയത്തുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മരുന്ന് കഴിക്കാൻ ഇപ്പം അലോപ്പതി മരുന്ന് കഴിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഷുഗർ കൺട്രോൾ ചെയ്യാൻ ചിലപ്പം സാധിക്കത്തില്ല. കാരണം അവർ വലിച്ചുവാരി ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ചോറും അതുപോലെ തന്നെ മധുരപലഹാരങ്ങളൊക്കെ എന്ത് കിട്ടിയാലും കഴിക്കും. അങ്ങനെയൊക്കെയുള്ള സ്വഭാവം ഒക്കെ ഉള്ളവർക്ക് ഇത് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. 300 ആണെങ്കിൽ അത് കൂടി 400 ആകും. അപ്പം പിന്നെ ഇൻസുലിൻ എടുക്കണം. അതിങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ കൺട്രോൾ ചെയ്യുക. ഉച്ചയ്ക്ക് നമ്മൾ സാധാരണ കഴിക്കുന്നത് പോലെ ചോറ് കഴിക്കാം. അപ്പോൾ നമ്മൾ രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ അമിതമായിട്ട് കഴിക്കരുത്. ഒരു മിനിമം ഇതിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക്
ഇടയ്ക്ക് വിശപ്പുണ്ടാകും. ഒരു 11 മണി 12 മണിയാകുമ്പോഴത്തേന് ചിലപ്പം വിശക്കുന്ന ആളുകളാണെങ്കിൽ അപ്പോൾ എന്തെങ്കിലും ഒരു പഴം, അത് ആപ്പിളോ അല്ലെങ്കിൽ പേരയ്ക്ക അങ്ങനെയൊക്കെ ഉള്ളത് കിട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എന്തായാലും കുഴപ്പമില്ല, ഒരു പഴമോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഉച്ചയ്ക്ക് സാധാരണ രീതിയിൽ ചോറ് കഴിക്കാം. ഞാൻ അങ്ങനെയാണ്, ചോറ് കഴിക്കുന്നുണ്ട്. ചോറിന് നമ്മൾക്ക് പച്ചക്കറികളൊക്കെ ഉപയോഗിക്കുക. പിന്നെ ഏതെങ്കിലും ദിവസം മീനോ അല്ലെങ്കിൽ മീൻ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതേസമയം ഇറച്ചി, ബീഫാണെങ്കിലും അതുപോലെ തന്നെ ചിക്കൻ ആണെങ്കിലും അത് നമ്മൾ അമിതമായിട്ട് കഴിക്കാതിരിക്കുക, കുറേശ്ശെ കഴിക്കുക. അത് 2 3 അല്ലെങ്കിൽ ഒരു ദിവസം ആണെങ്കിലും കുഴപ്പമില്ല, ആഴ്ചയിൽ എല്ലാ ദിവസവും കഴിക്കാതെ നോക്കുക. ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ പലരും പറയും ഗോതമ്പ് ചപ്പാത്തി കഴിക്കുന്ന, ചപ്പാത്തിയും ചോറുമായിട്ട് നമ്മൾ ഷുഗർ ലെവൽ നോക്കും, വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല, രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ്. പിന്നെ നമുക്ക് ഏറ്റവും നല്ല ഒരു പ്രമേഹത്തെ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ല ഒരു സാധനമെന്ന് പറയുന്നത് നമ്മുടെ ഓട്സാണ്. ഓട്സ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കൺട്രോളാകും, അതിനകത്ത് വലിയ പ്രശ്നമില്ല. അല്ലാതെ നമ്മൾ ചപ്പാത്തി കഴിച്ചെന്നും പറഞ്ഞ് നമുക്ക് പ്രമേഹം കുറയത്തൊന്നുമില്ല, ചോറ് കഴിച്ചെന്നും പറഞ്ഞ് കൂടത്തുമില്ല. അതുപോലെ തന്നെ രാത്രി ഡിന്നറിന് ഞാൻ ചപ്പാത്തിയും അതുപോലെ തന്നെ ഓട്സുമാണ് ഉപയോഗിക്കുന്നത്. ആഴ്ചയിൽ 4 ദിവസം ചപ്പാത്തിയും 3 ദിവസം ഓട്സും കഴിക്കും. അത് മാറിയും തിരിഞ്ഞുമൊക്കെ ആയിട്ട് കഴിക്കാം, അത് നല്ലതാണ്. പൊറോട്ട കഴിയുന്നതും ഒഴിവാക്കുക. ഇങ്ങനെയൊക്കെയാണ് ഒരു ദിവസത്തെ നമ്മുടെ ആഹാര രീതികൾ. അപ്പോൾ നമ്മൾ ഈ ചോറ് കഴിക്കുവാണെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കുന്ന കറികൾ, അതായത് പച്ചക്കറികളാണെങ്കിൽ പച്ചക്കറികളോ അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങളോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ ചോറിനെക്കാട്ടിൽ കൂടുതലായിട്ട് അത് ഉപയോഗിക്കാൻ നോക്കുക. നമ്മൾ ഇപ്പോൾ 3 തവി ചോറാണ് നമ്മൾ എടുത്ത് കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലും കൂടിയ അളവിൽ നമ്മൾ ഈ പയറോ അല്ലെങ്കിൽ പച്ചക്കറികളോ കഴിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾ സലാഡ് ഉണ്ടാക്കി ദിവസവും കഴിക്കുക. ഈ വെള്ളരിക്കായും അതുപോലെ തന്നെ ഉള്ള ഇലകളും ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ പ്രമേഹം മരുന്നൊന്നും കഴിക്കാതെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. എനിക്കങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് സാധിക്കും ഉറപ്പായിട്ടും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമുക്കിത് പിടിപെട്ട് കഴിഞ്ഞെന്നാൽ പിന്നെ ഇതിൽ നിന്ന് മോചനം വലിയ പാടാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാത്രമേ നമുക്കിതിനകത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം പ്രമേഹമില്ലാത്ത ആളുകൾ വളരെ കുറവാണ്. ഒരു 100 പേരെ എടുത്താൽ അതിനകത്ത് പകുതിയിൽ കൂടുതൽ ആളുകൾക്കും പ്രമേഹമാണ്. അതുകൊണ്ട് നമ്മൾ ആഹാരം കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ വ്യായാമം ചെയ്യുക. കുറേയെങ്കിലും ഒരു 10 മിനിറ്റെങ്കിലും ഒരു ദിവസം നടക്കുക, അല്ലെങ്കിൽ അതിന് പറ്റുന്ന എന്തെങ്കിലും ജോലികളിൽ ഏർപ്പെടുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് മാറ്റം വരും. വിയർക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു വിയർക്കുന്ന രീതിയിൽ എന്തെങ്കിലും വ്യായാമങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ്. ഓടുകയോ നടക്കുകയോ, അതുമായി രാത്രി കാലങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് നടക്കുകയാണെങ്കിൽ അതും ഉത്തമമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞെന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള പ്രമേഹം അല്ലെങ്കിൽ ഷുഗർ ഇത് മാറ്റിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ അതിന് നിങ്ങൾ പരിശ്രമിക്കുക, അതുമാത്രമാണ് വഴി. അപ്പോൾ ആഹാരത്തിലുള്ള കൺട്രോളിംഗ് എന്ന് പറയുന്ന ഇതൊക്കെയാണ്. അല്ലാതെ നമ്മൾ വലിയ ഇതായിട്ട് പഥ്യം പോലെ നമ്മൾ നോക്കി ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഈ മധുരം ആണ് മെയിനായിട്ടുള്ളത്, അത് നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. മധുരപലഹാരങ്ങളൊന്നും തന്നെ കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ പഞ്ചസാര ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കുക. രാവിലെ കട്ടൻ കാപ്പിയോ അല്ലെങ്കിൽ ചായയോ ഒക്കെ കുടിക്കുന്നവർ അതിനകത്ത് മധുരം ചേർക്കാതെ, പഞ്ചസാര ചേർക്കാതെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കും ഷുഗർ കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയും. മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് കൺട്രോളിലാകും. ഇപ്പോൾ 2 ഗുളികയൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അത് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മൾ കഴിക്കുന്ന ഏത് മരുന്ന് കഴിച്ചാലും നമ്മുടെ ഭക്ഷണ രീതികളൊക്കെ കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പ്രമേഹം ഒരു കൺട്രോളിൽ നിർത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചു പോയാൽ നിങ്ങളുടെ പ്രമേഹം തീർച്ചയായിട്ടും കുറവാകും. ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടിട്ടുള്ള ലിങ്ക് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങളിങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഷുഗറും കൺട്രോളാകും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക,
മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.